നീ എൻ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. യോഹന്നാൻ 6:68 നാം ഇപ്രകാരം വായിക്കുന്നു: ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലതകൾ ഉണ്ടാകുമ്പോൾ അവയെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ഭാഗമാണ്. നാട്ടിൽ നമുക്ക് ഏറെ കണ്ടുപരിചയമുള്ള ഒന്നാണ് ചതുപ്പ് നിലങ്ങളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന വളർത്ത് പുല്ലുകളും. ഒരിക്കൽ ഒരു ചതുപ്പ് നിലത്ത് നിന്ന് കുറച്ച് പണിക്കാർ വന്ന് അവിടെ നിന്ന് വളർത്തു പുല്ലുകൾ വെട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച കാണുവാൻ ഇടയായി. തൊട്ടടുത്തുള്ള ഫാമിലെ പശുക്കൾക്ക് ഇട്ടുകൊടുക്കുവാനാണ് ആ പുല്ലുകൾ അവർ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടുപോയത്. നമ്മിൽ മിക്കവർക്കും ഈ ഒരു കാഴ്ച കണ്ട് പരിചിതമാണ്. എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിലും ചെറിയ ഒരു ധ്യാനചിന്ത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരും ചെല്ലുവാൻ മടിക്കുന്ന ചതുപ്പ് നിലത്ത് പുല്ലുകൾ തഴച്ചു വളരുന്നു. ഈ പുല്ല് പശുവിന് ആഹാരമാകുന്നു, പശുവോ മനുഷ്യന് ഉപകാരമാകുന്നു. പ്രതികൂലതകളിൽ തഴച്ചു വളരുക, ആ വളർച്ച എൻ്റെ ഉത്തരവാദിത്തമാണ്. മറ്റാർക്കോ ജീവൻ നൽകാനുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വേദനയാണിത്. ആ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുമ്പോൾ ദൈവിക വളർച്ച എന്നിൽ നിറയുന്നു. അത് അപരനിലേക്ക് അനുഗ്രഹമായി മാറുന്നു. വ്യത്യസ്ത രൂപങ്ങളിൽ മനുഷ്യൻ കടന്നു ചെല്ലാൻ മടിക്കുന്നിടത്ത് നിന്ന് മനുഷ്യനെ പരിപോഷിക്കുന്നത് ദൈവിക ശക്തിയല്ലാതെ മറ്റെന്താണ്? ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ആ പുല്ല് സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അവിടെ ദൈവിക ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നു. അപരനിലേക്ക് ജീവനായി നിറയുന്ന സാഹചര്യം സ്വന്തം ജീവൻ പകുത്തു നൽകി പ്രാവർത്തികമാക്കുന്നു. വളരുന്ന ഇടത്തിൻ്റെ പോരായ്മകളെ പഴിപറഞ്ഞുള്ള രീതിയല്ല ഇവിടുത്തെ രീതി. ഇവിടെ പഴിപറിച്ചിലില്ല, എല്ലാം ദൈവേഷ്ടത്തിനായി മാത്രം. സ്നാപക യോഹന്നാനും തഴച്ചു വളർന്നവനാണ്, മരുഭൂമിയെ മലർവാടിയാക്കിയവൻ. അവൻ വളർന്ന ഇടത്തിൻ്റെ ചൂടിനെയോ കാലാവസ്ഥാ വ്യതിയാനത്തെയോ പഴിപറഞ്ഞില്ല. ദൗത്യത്തിൽ ശ്രദ്ധിച്ച് സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകി. അതുകൊണ്ടല്ലേ മരുഭൂമിയിൽ സുവിശേഷം പ്രസംഗിച്ച അവൻ്റെ അടുത്തേക്ക് ജെറുസലേമിൽ നിന്നും യൂദായിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നെടുത്തത്. കൃപ നിറഞ്ഞാൽ ആളുകൾ കൃപയെ തേടി വരും. ജീവൻ അവരന് നൽകുകയാണ് പ്രതികൂലതകളിൽ തഴച്ചു വളരുന്നതിൻ്റെ ഉത്തരം. കത്തോലിക്ക സഭയിലെ മുൻ പോപ്പായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, ആസ്വദിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ള സന്തോഷത്തിന് ഒരു പേരും മുഖവുമുണ്ട്. അത് നസ്രയത്തിലെ യേശുവാണ്. നമ്മുടെ ജീവിതത്തിൽ അനുദിന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ പ്രതികൂല സാഹചര്യങ്ങളെ പഴിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാക്കി മാറ്റുവാൻ സാധിക്കണം. സങ്കീർത്തനം 28:7 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവാണ് എൻ്റെ ശക്തിയും എൻ്റെ കവചവും, എൻ്റെ ഹൃദയം അവനിൽ വിശ്വസിക്കുന്നു, അവൻ എന്നെ സഹായിക്കുന്നു. അതുപോലെ യെശയ്യാവ് 40:29 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ക്ഷീണിച്ചവർക്ക് ശക്തി നൽകുന്നു, ബലഹീനരായവർക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലതകൾ വരുമ്പോൾ ക്രിസ്തുവിലൂടെ ആ പ്രതികൂലതകളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പൂർണ്ണബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുന്നത്: എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. അതുപോലെ യാക്കോബ് സ്ലീഹ പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ അതിനെ പ്രകാരം നേരിടണം എന്ന് വ്യക്തമായി നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 1:2 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ പലവിധ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിനെ പൂർണ്ണ സന്തോഷമായി കണക്കാക്കുക. കാരണം
നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണം സഹനത്തെ ഉളവാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലതകൾ വരുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യാശയുടെ ദൈവം വിശ്വാസത്തിലൂടെ നിങ്ങളെ സന്തോഷത്തിലും സമാധാനത്തിലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇന്നത്തെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ.